ഹായ്, നമുക്കിന്നൊരു സെറ്റും മുണ്ട് ട്രാപ്പിംഗ് ആൻഡ് വയറിങ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു തിരുവാതിര ടീമിന് വേണ്ടിയിട്ടായിരുന്നു. അവർ കുറച്ച് പേരുണ്ട്, ഒരു 10 പേരോളം ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഞാൻ ചെയ്യണത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെ അവർക്ക് വലിയൊരു താങ്ക്സ് പറയണം. നമ്മുടെ അടുത്ത് തന്നെ എനിക്കിങ്ങനൊരു വർക്ക് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു സന്തോഷം. അപ്പം നമുക്ക് ഒരുക്കങ്ങളിലേക്ക് കടക്കാം അല്ലേ. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ചേച്ചിയുടെ വീട്ടിലാണ് എല്ലാവരും ഒരുങ്ങാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിലേക്ക് കണ്ടത് എൻ്റെ മോളെയാണ്, ആൺകുട്ടി എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുക. ആൺകുട്ടി എൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ആദ്യം തന്നെ എനിക്ക് ചെയ്യാൻ കിട്ടിയത് എല്ലാവരും മൈലാഞ്ചി ഇടിയിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, അവിടെ 2-3 ചേച്ചിമാർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിമാരെയും ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ തിരുവാതിര കളിക്കൊക്കെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തിടുക, എന്നിട്ട് തൊപ്പിയിടുക, അതാണല്ലോ അതിൻ്റെ ഒരു ശൈലി, അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ എല്ലാവരെയും മൈലാഞ്ചിയൊക്കെ ഇട്ട്, അപ്പോൾ കുറച്ച് ചേച്ചിമാരെയൊക്കെ എനിക്കിതിൽ പരിചയമില്ലാത്തവരുണ്ടായിരുന്നു, ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു, എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. പിന്നെ കുറച്ച് പേര് എനിക്കറിയാവുന്നവർ തന്നെയായിരുന്നു, എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ അവരൊക്കെ ആയിട്ട് കമ്പനിയായി. പിന്നെ അവരെ പ്രാക്ടീസ് കുറച്ച് നേരം ഉണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിലും നമ്മളൊന്ന് സ്റ്റേജിൽ കയറുമ്പോൾ ഒരു പ്രാക്ടീസ് വേണമല്ലോ. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് കണ്ട മുല്ലപ്പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാരി ഡ്രൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്കൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുത്ത്, അതായിരുന്നു എൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. എല്ലാവരെയും അളവൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അവർ ഉടുപ്പിക്കലൊക്കെ കഴിഞ്ഞ്, അങ്ങനെ എന്നാലും ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വേളയിലാണെങ്കിൽ പോലും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ശരിയാക്കി ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാൻ, എന്നാലല്ലേ ഒരു തൃപ്തി വരുള്ളൂ. അങ്ങനെ ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് അങ്ങനെ അവരെ സ്റ്റേജിലേക്ക് അയക്കുക. അതായിരുന്നു എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉടുപ്പിച്ചതൊക്കെ. തലേദിവസം വന്ന് തന്നെ ഞാൻ അളവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ മുന്നേ എനിക്ക് പരിചയമില്ലാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെ അളവൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം വന്ന് അവർ ഉടുപ്പിക്കുക, അതുപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, പൂവൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ അവർ അവിടേക്ക് നടന്നു പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അമ്പലത്തിലേക്ക് ചെന്നു. അവിടെ ഒരു അയ്യപ്പൻ്റെ ഒരു അമ്പലമാണ്. അയ്യപ്പൻ്റെ അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനമാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് കലാപരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പം ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ അന്നദാനവും അതൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ചായയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും അമ്പലവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അന്ന് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നത്. 5 മണിക്കായിരുന്നു പരിപാടി നടക്കാൻ വെച്ചിരുന്നത്. പക്ഷേ ഇവർക്ക് കുറച്ച് ലേറ്റ് ആവേണ്ട വന്നു. 5:30-6 മണിയോടുകൂടിയൊക്കെ ആയിരുന്നു പരിപാടി നടന്നത്. അങ്ങനെ തിരുവാതിരക്കളിയൊക്കെ വളരെ ഭംഗിയായിട്ടൊക്കെ അവരവിടെ ഇറങ്ങിയേറി ആസ്വദിക്കാനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രാമവാസികളൊക്കെ തന്നെ എല്ലാവരും. അപ്പം നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.